ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 77 ശ്ലോകം 9, 10, 11. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാദേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരോധയവനം യവനത്രകോട്യാം തുഷ്ട്വാ വിധാപ്യ പുരമാശ പയോധി മധ്യേ തത്രാധ യോഗബലദാ സ്വജനാൻ അനൈഷീ. സാരം: 18ാമത്തെ പ്രാവശ്യം യുദ്ധത്തിന് തയ്യാറെടുത്ത് ജരാസന്ധൻ വരുന്നുണ്ടെന്നറിഞ്ഞ് ഭഗവാൻ മുമ്പിൽ തന്നെ 3 കോടി യവന സൈന്യത്തോടുകൂടി യവന രാജാവെ ആക്രമിക്കാൻ വരുന്നത് കണ്ടിട്ട് വേഗം തന്നെ വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രത്തിൽ ഒരു പുരം നിർമ്മിച്ച് ഭഗവാൻ ബന്ധുക്കളെയും മിത്രങ്ങളെയും യോഗശക്തി കൊണ്ട് അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. പത്പ്യാന്തം പത്മമാരീചകിതൈവ പുരാൻ നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വദ സുഹൃദവിഹീനേന ശൈലേ നൃലൈഷീ സുപ്തേനാംഗ്ര്യാഹദേന ദ്രുതമത മുജുകുന്ദേന പസ്മീകൃതേ അസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്ത സുലളിതവംശാ തസ്ഥിതേ ഭക്തിഭാജേ. അന്വയം അർത്ഥം: പത്മമാലി താമരമാല അണിഞ്ഞിരിക്കുന്ന തും അങ്ങേ, സകിത ഇവ ഭയന്നവനെന്ന പോലെ, പുരാൻ പത്പ്യാം നഗരത്തിൽ നിന്നും പാദങ്ങളാൽ തന്നെ നിർഗത പുറത്തു വന്നവനും, ധാവമാന ഓടുന്നവനും, വധ സുഹൃതവിഹീനേന അങ്ങയുടെ കൈകൊണ്ടു വധിക്കുന്നതിനു വേണ്ട പുണ്യം ചെയ്യാത്ത, മ്ലേച്ഛസേന മ്ലേച്ഛ രാജാവിനാൽ അനുയാറ അനുഗമിക്കുന്നവനുമായി, ശൈലേ പർവ്വതത്തിൽ, നൃലൈഷി ഒളിഞ്ഞിരുന്നേ, അധ അനന്തരം, സുപ്തേന ഉറങ്ങിക്കിടന്നവനും, അങ്ക്യാഹതേന കാലുകൊണ്ട് ചവിട്ടപ്പെട്ടവനുമായ, മുജുകുന്ദേന മുജുകുന്ദനെന്ന രാജാവിനാൽ, ദ്രുതം വേഗത്തിൽ, അസ്മിൻ ഇവ ഭസ്മീകൃതേ ഭസ്മീകരിക്കപ്പെട്ടപ്പോൾ, ഗുഹാന്തേ ഗുഹയ്ക്കുള്ളിൽ, ഭക്തിഭാജേ ഭക്തനും, ഭൂമായ രാജാവുമായ, അസ്മൈ ഇദ്ദേഹത്തെ, സുലളിത വംശ മനോഹരമായ ശരീരത്തോടുകൂടി, തസ്തിഷേ അങ്ങ് നിലകൊണ്ടു. ഹരി ഓം. സാരം: പത്മമാലാലങ്കൃതനായ ഭഗവാൻ ഭയന്നവൻ എന്ന പോലെ നടന്ന് പുരത്തിനു വെളിയിൽ വന്നു ഓടിയപ്പോൾ അങ്ങയെ കൊല്ലുന്നതിന് യവനരാജാവെ പുറകെ ഓടിത്തുടങ്ങി. തന്നാൽ വധിക്കപ്പെടുവാൻ പുണ്യം ചെയ്യാത്ത അവനാൽ പിന്തുടരപ്പെടുന്ന ഭഗവാൻ വേഗം ഒരു പർവ്വതത്തിൽ കയറി ഒളിച്ചു. യവനൻ ഭഗവാനെ പർവ്വതമാകെ തിരഞ്ഞു ഗുഹയ്ക്കുള്ളിൽ കയറി അവിടെ ഉറങ്ങിക്കിടന്ന മുജുകുന്ദനെ ചവിട്ടുകയും മുജുകുന്ദൻ ഉണർന്നു നോക്കുകയും ചെയ്തപ്പോൾ യവനൻ ചാമ്പലായി. ഭഗവാൻ പീതാംബരവും വനമാലയും ധരിച്ച് കോമള ശരീരനായിട്ട് മുജുകുന്ദന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 11. ഐച്ഛാഘോകം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വം പ്രസാദൈകകാംക്ഷി ഹാ ദേവേതിസ്തു വന്ദം വരം വിദദിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേ തുല്യാം ച ഭക്തിം ദുദസകലമലാം മോക്ഷം അപ്യാശു ദത്വാ കാര്യം ഹിംസാ വിശുദ്ധൈതവൈതി ച തഥാ പാർത്ഥ പ്രാർത്ഥലോക
പ്രതീത്യൈ. അന്വയം അർത്ഥം. ഹാ ദേവ, അല്ലയോ ദേവ, അഹം ഞാൻ, ഐക്ഷാകു ഇക്ഷാകു വംശത്തിൽ പിറന്ന രാജാവേ, അഖില നൃപസുഖേ രാജാക്കന്മാർ കൊതിക്കുന്ന സുഖങ്ങളിൽ വിരക്ത താല്പര്യമില്ലാത്തവനും, ത്വത്പ്രസാദൈക കാംക്ഷി അങ്ങയുടെ അനുഗ്രഹം മാത്രം കൊതിക്കുന്നവനും അസ്മി ആകുന്നു. ഇത് ഇപ്രകാരം പറഞ്ഞ് സ്തുമന്തം സ്തുതിക്കുന്ന തം അവനെ, വരവിതതിഷു വരസമൂഹങ്ങളിൽ നിസ്പൃഹം ആഗ്രഹമില്ലാത്തവനുമായി വീക്ഷ്യ കണ്ടിട്ട്, ഹൃഷ്യൻ സന്തോഷിച്ചു, മുക്തേ മോക്ഷത്തിന്, തുല്യാം തുല്യമായ, ഭക്തിഞ്ച ഭക്തിയെയും, ദുതസകലമലം എല്ലാ പാപവും കഴുകിക്കളയുന്ന, മോക്ഷവും, ആശു വേഗം, ദത്വ കൊടുത്തിട്ട്, തഥാ അപ്പോൾ, ഹിംസാവിശുദ്ധി ഹിംസയിൽ നിന്നും മുക്തി ഉണ്ടാവാൻ, തപസ്സും, കാര്യം വിധി ചെയ്യപ്പെടണം എന്ന്, ലോകപ്രതീത്യൈ ലോകാനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹരിവും. സാരം: ഭഗവാൻ മധുരാപുരയിൽ തന്നെ അവിടെ താവളമടിച്ചിരുന്ന യവനരാജാവിൻ്റെ 3 കോടി സൈന്യത്തെയും കൊന്നൊടുക്കി. ദ്വാരകാപുരിയിലേക്ക് മടങ്ങുമ്പോൾ പതിവ് പോലെ ജരാസന്ധൻ വഴിയിൽ വന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവസാന വിജയം അവനാകട്ടെ എന്ന് കരുതി ഭഗവാൻ തിരിഞ്ഞോടി. പ്രസ്രവണ പർവ്വതത്തിൽ ചാടിക്കയറി ജരാസന്ധൻ അറിയാതെ ദ്വാരകാ നഗരത്തിൽ ചെന്നു താമസമുറപ്പിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 77-ാം ദശകം സമാപ്തം.